പേര് ദേവീന്ദർ സിംഗ്, പക്ഷേ അറിയപ്പെടുന്നത് ബണ്ടി ചോർ എന്ന വട്ടപ്പേരിൽ. മോഷണത്തിൽ കുപ്രസിദ്ധി ആർജിച്ച ഈ 53-കാരൻ രാജ്യത്തെ ഒട്ടുമിക്ക പോലീസിനും തലവേദനയായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡൽഹി പോലീസിന്. 14-ാം വയസ്സിൽ മോഷണം തുടങ്ങിയ ബണ്ടി 2010-ൽ രാജ്യത്തെ പ്രമുഖ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലും തലകാണിച്ചു. ബോളിവുഡ് താരം അഭയ് ഡിയോർ അഭിനയിച്ച ഒയേ ലക്കി ലക്കി ഒയേ എന്ന ചിത്രത്തിന് പ്രചോദനമായത് ബണ്ടി ചോറിന്റെ ജീവിതമാണ്. ഒരിക്കൽ കേരളത്തെ ഞെട്ടിച്ച ബണ്ടി ചോർ 10 വർഷം നീണ്ട തടവിന് ശേഷം വീണ്ടും കേരളത്തിലെത്തിയെന്ന അഭ്യൂഹം ശക്തമാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നീർക്കുന്നത്ത് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാറിലെ CCTVയിൽ ബണ്ടിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞതാണ് സംശയത്തിന് ആധാരം. ഇതോടെ ജില്ലയിൽ പോലീസ് ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. ആരാണ് ഈ കുപ്രസിദ്ധ മോഷ്ടാവ് എന്ന് വിശദമായി നോക്കാം. വെസ്റ്റ് ഡൽഹിയിലെ ജനകപുരിയിലാണ് ദേവീന്ദർ സിംഗ് എന്ന ബണ്ടി ചോർ ജനിച്ചതും വളർന്നതും. 9-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ഡൽഹി വസന്ത് വിഹാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിരുന്ന ബണ്ടി ജോലി ഉപേക്ഷിച്ച് പൂട്ടുകൾ തന്ത്രപരമായി അതിവേഗം തുറക്കാനുള്ള തന്റെ കഴിവുമായി നാട്ടിലേക്കിറങ്ങി. ഡൽഹിയിലെ വീടുകളിൽ പൂട്ടുപൊളിച്ചുള്ള മോഷണം പതിവായതോടെ ബണ്ടി ചോർ കുപ്രസിദ്ധി ആർജിച്ചു തുടങ്ങി. ഡൽഹിയിലെ വീടുകളിൽ പൂട്ടുപൊളിച്ചുള്ള മോഷണം പതിവായതോടെ ബണ്ടി ചോർ കുപ്രസിദ്ധി ആർജിച്ചു തുടങ്ങി. അതിനിടെ സൂപ്പർ തീഫ് എന്ന വിളിപ്പേരു ലഭിച്ചു. ബണ്ടി ചോർ രാജ്യത്തുടനീളം ശ്രദ്ധ നേടുന്നത് 2010-ലെ ബിഗ് ബോസ് മത്സരത്തിലൂടെയാണ്. ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ട് അധിക നാൾ ബണ്ടിക്ക് ബിഗ് ബോസിൽ തുടരാനായില്ല. അവതാരകൻ സൽമാൻ ഖാനോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ബിഗ് ബോസ് ബണ്ടിയെ പടിക്ക് പുറത്താക്കി. 1993-ൽ മോഷണം തുടങ്ങിയ ബണ്ടി ചോർ ഏതാണ്ട് 15 വർഷക്കാലം ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം തിരുവനന്തപുരത്തെ ജയിലിലായിരുന്നു ഇയാൾ. 12-ലധികം തവണ അറസ്റ്റിലായിട്ടുള്ള ബണ്ടി ചോർ കുറഞ്ഞത് 3 കേസുകളിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വൈദഗ്ധ്യവും ബണ്ടിക്കുണ്ട്. ഒരിക്കൽ ചണ്ഡീഗഡിൽ അറസ്റ്റിലായ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് SIയുടെ സ്കൂട്ടറുമായാണ്. ചെന്നൈയിൽ പിടിയിലായി പോലീസ് ലോക്കപ്പിൽ തുടരവേ അവിടെ കണ്ട ഒരു പല്ലിയെ കൊന്നു കഴിച്ച് ഛർദ്ദിച്ചാണ് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സിറിഞ്ച് ഉപയോഗിച്ച് കൈവിലങ്ങ് തുറന്ന് രക്ഷപ്പെട്ടു. വളരെ സ്മൂത്തായി മോഷണം നടത്തുന്ന ബണ്ടി ചോറിന് മോഷണത്തിൽ വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസം കൂടുതലാണെന്നാണ് പോലീസ് പറയുന്നത്.